ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ കോഴിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കുന്നതാണ്. എന്നിട്ട് ഞാനിവിടെ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പം കോഴിയെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നു. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് വലിയ 3 സവാളയാണ്. ഞാൻ ഉപ്പുപൊടി ഇട്ട് ഞെരടി വെച്ചതാണ്. അപ്പോൾ ഇതിനി നമുക്ക് വഴറ്റാൻ ഇട്ട് കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാതെ, ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാതെ, കറിവേപ്പില ഇട്ട് കൊടുക്കാതെ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ. ഞാനിതിൻ്റെ അത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാവേ. 3 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറാൻ മൂപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കാമേ. ഞാൻ കാലാണെങ്കിൽ ഇത് കണക്കൊന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം വലിയ കഷ്ണമായതുകൊണ്ട് എരിവൊക്കെ ഉപ്പുമൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പം നമുക്കിതിലേക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാവേ. ഞാൻ സവാളക്കകത്ത് ഉപ്പുപൊടി ഇട്ട് ഞെരടിയായിരുന്നേ. അപ്പോൾ ഇനിയും കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് വിളക്കാം. ഇതിപ്പോൾ 2 കോഴിയായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് എടുത്തുള്ളൂ, കുറച്ച് നമ്മളെടുത്ത് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഇനി ഞാനിത് വെള്ളം ചൂടാക്കി വെച്ചതാണ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം തന്നെ നമ്മുടെ നാടൻ കോഴി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ കേട്ടോ. അപ്പം ബൈ.